धागे तोड़ लाओ चांदनी से नूर के तेरी और सांसे बोलना हल्के हल्के बोलना हल्के हल्के दरजप्पू मोळल्ले लैला नी എൻ്റെ കൽബല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. AKMHSS എന്ന് പറയുന്ന ഹൈസ്കൂളിലാണുള്ളത്. അഹമ്മദ് കുരിക്കൽ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപാട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു അടിപൊളി സ്കൂളാണ്. ഒരിക്കലും നിങ്ങളിത് കണ്ടൊരു സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ തോന്നുക. നോക്കി, നല്ലൊരു അടിപൊളി നല്ലൊരു റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റൈലാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ. ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു സ്കൂളാട്ടോ. അപ്പോൾ ഇപ്പോൾ സമീപകാലത്ത് ഈ ഒരു വലിയ പെരുന്നാൾ വന്ന സമയത്ത് ഇവിടുത്തെ പെൺകുട്ടികൾ ഒരു പാട്ട് പാടി വൻ റീച്ചായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിപ്പിക്കണം. അതുപോലെ തന്നെ സ്കൂളിൻ്റെ വൈവിധ്യമാകുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചും തരണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കോട്ടക്കൽ വന്നപ്പോൾ, വേറെ ആവശ്യത്തിന് വന്നപ്പോൾ ഒന്ന് വണ്ടി നേരെ ഇങ്ങോട്ട് തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും നോക്കി, ഒരു റിസോർട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു അടിപൊളി സ്കൂള്, ഒരു എയ്ഡഡ് സ്കൂളാട്ടോ അത്. അപ്പോൾ ഇങ്ങനെയും നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുണ്ടാവുമെന്ന് മനസ്സിലായല്ലോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾ അവസാനം വരെ വീഡിയോ കണ്ടോ, ഒരിക്കലും നഷ്ടമാവില്ല. ഇങ്ങനെയും സ്കൂളുകൾ കൊണ്ട് നടക്കാം എന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും. നോക്കി, നല്ലൊരു പാർക്കിൻ്റെ ഒരു തീം, അതേപോലെ തന്നെ ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ പുറകിലുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മെയിൻ എൻട്രൻസ് കയറി വന്നു കഴിഞ്ഞാൽ ഇത് പ്രിൻസിപ്പൾ റൂമാണ്. ഓക്കെ, ഈ ഒരു ക്യാബിൻ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അടിയിൽ നിന്ന് കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഹയർ സെക്കൻഡറി ബ്ലോക്കാണ്. +1 +2 ഒക്കെ ഈ ഏരിയയിലാണ്. ഇതാണ് മെയിൻ ഓഫീസ് കേട്ടോ. ഓഫീസൊക്കെ വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഇതിൻ്റെ ഒരുപാട് വൈറൽ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഡിച്ചാവളി ഓഫീസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓഫീസാണ്. ഇതാണ് കേട്ടോ മെയിൻ ഓഫീസ്. ഇതാണ് നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം ഒരു വെറൈറ്റി കേട്ടോ. സ്കൂൾ മൊത്തം എന്താ പറയുക, ഭയങ്കര സെറ്റപ്പ് സ്കൂളാണ്. അതേപോലെ തന്നെ ഓഫീസും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രം. നമ്മൾ ഓഫീസ് റൂം കഴിഞ്ഞ് വരുമ്പോൾ ഇത് മെയിൻ ഒരു അട്രാക്ഷൻ അല്ല, ഇതൊരു സ്കൂളിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ലൈബ്രറി എന്ന് പറയുന്നത്. ഒരു സ്കൂളിലെ ലൈബ്രറി ലെവലല്ല കേട്ടോ, വലിയൊരു കോളേജിലെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടെ അപ്പുറത്ത് ആവശ്യമുള്ള സംഭവങ്ങൾ ആർക്ക് വേണമെങ്കിലും മേടിക്കാവുന്ന വിധത്തിലുള്ള, ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണേ, മേടിക്കാവുന്ന ലെവലിൽ പുസ്തക വിൽപ്പനയുണ്ട്. അതിൻ്റെ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അത്. ആവശ്യമുള്ള സംഭവങ്ങൾ ആർക്ക് വേണമെങ്കിലും കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്യാം. എല്ലാ സംഭവങ്ങളുടെ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. അതേപോലെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോർ, നോട്ട് പുസ്തകം, പേന, പെൻസിൽ, അങ്ങനെ ഐറ്റംസ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി പോയി നോക്കാം നമുക്ക്. ഒരുപാട് കാണാനുണ്ട് ഇവിടെ, നടന്ന് കാണാനുണ്ട് ശരിക്കും. നോക്കിയത് ചെറിയൊരു ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ വോളിബോൾ കോർട്ട് പോലത്തെ സംഭവം, ഇവിടെ എന്തോ ഒരു ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല മാവൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു സെറ്റപ്പ് കേട്ടോ. പക്ഷെ ഇനിയാണ് നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് വരെ തോറ്റു പോകുന്ന സംഭവങ്ങളാട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്യാനങ്ങളിലൊക്കെ പോകുമല്ലോ നമ്മളെ മക്കളായിട്ട്, അത് തോറ്റു പോകുന്ന സംഭവങ്ങൾ. അതേപോലെ തന്നെ ഓപ്പൺ ജിമ്മ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ വലിയ ഗ്രൗണ്ട്. അവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട്, പരിശീലനം നടക്കുന്നുണ്ട്. ഇതാണ് ഈ സ്കൂളിൻ്റെ മെയിൻ ഗ്രൗണ്ട്. ഇതാണ്, ഇവിടെയാണ് സ്കൂൾ ബസ്സുകളും ഒക്കെ നിർത്തിയിടാറുള്ളത്. ഇതൊരു എൻട്രൻസ് ആട്ടോ, ഇതുവരെ അങ്ങനെ പുറത്തേക്കും പോവാം. നല്ല അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പാണ്. പിന്നെ ഈ സ്കൂളിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ലേഡീസ് വടംവലി ടീമുള്ളത് ഈ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ നോക്കി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് വടംവലിക്ക് ഒരു പെൺകുട്ടികളുടെ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സ്കൂളിലാണ്. എൻ്റെ അറിവ് ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കി, ഈ ഒരു സംഭവത്തിൽ അറിയാത്തവർക്കവിടെ പറയാം, എല്ലാവർക്കും അറിയാം. ഇതിൽ നിശ്ചിത വെയിറ്റ് ഇടും. അതിന് ശേഷം അവിടെ അപ്പുറത്തൊരു കപ്പിയുണ്ടോ, അതിൽ കൂടെ ഇതിൻ്റെ ഒരു കയറും ഇതാക്കിയിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തും കുറച്ച് സമയം. അതിനാണ് ഈ ഒരു പ്രാക്ടീസ് മുറ, വടംവലിയുടെ പ്രാക്ടീസ് മുറ അങ്ങനെയാണ്. ഈ ഒരു കയറ് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കപ്പിയിൽ കൊടുത്തിട്ട് കൊളത്തും കേട്ടോ. അതേപോലെ തന്നെ മുകളിലും കപ്പുണ്ടാവും. എന്നിട്ട് ആ ബോക്സിൽ വെയിറ്റ് ഇടും. എന്നിട്ട് അത് ബാലൻസ് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ള കാശ് കൂടി കാണിച്ചാൽ എങ്ങനെ, നിങ്ങളൊക്കെ വല്ല വലിയ ടീമാ? വരുന്നില്ല, അത് മുതിർന്ന കുട്ടികൾ ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഓപ്പൺ ജിമ്മാണ് കേട്ടോ അത്. ഓക്കെ, വ്യത്യസ്തമായ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്.
ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കേട്ടോ, ഒരു പുതിയ അതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പിന്നെ മുനിസിപ്പൽ പാർക്കുകളിലും ഒക്കെ ഉണ്ട്. എന്താ അവസ്ഥ, അടിപൊളിയല്ലേ? എന്നും ചെയ്യാറുണ്ട് ഇവിടെ വന്നിട്ട്? ഇല്ല, ചില സമയങ്ങളിൽ ഒരു വീട്ടുമൊക്കെ ചെയ്യും. ഇവിടെ സംഭവമുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഒരുപാട് പിന്നെ പാർക്കുകളിൽ നമ്മൾ കാണാം. ഒരുപാട് സംഭവം കേട്ടോ. ഇതൊക്കെ നമ്മൾ മിക്കവാറും ജിമ്മിൽ കാണുന്ന സംഭവമാണ്. നമ്മുടെ ഷേപ്പിന് വേണ്ടിയിട്ടും ഒക്കെ കളിക്കല്ലേ. ഇതുണ്ടോ, ഇത് ക്രിക്കറ്റ് പരിശീലിക്കാനാണ് തോന്നുന്നുണ്ട്, എനിക്ക് എന്താ അറിയില്ല. അതേപോലത്തെ നെറ്റ്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങൾ അതേപോലെ ഉണ്ടാവില്ല. ഇനി ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, അത് ഏത് ഭാഗത്താണെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ സ്കൂളിലെ പ്രധാനപ്പെട്ട സംഭവം, സ്വിമ്മിംഗ് പൂൾ. അഥവാ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. കുറച്ച് പേപ്പർ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ചെറിയ മക്കളല്ലേ, ഒരു ക്ലാസ് റൂമുകളൊക്കെ നല്ല സെറ്റപ്പാണ്. ഈ ഒരു സംഭവം വേറെ എൻ്റെ ഓർമ്മയിൽ ഞാൻ വേറെ സ്കൂളുകളൊന്നും കണ്ടിട്ടില്ല, ഈ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി. ഇതൊരുപാട് ഉപകാരങ്ങൾ. കാരണം ഞാൻ ചില സമയങ്ങളൊക്കെ സ്കൂളിൻ്റെ വീഡിയോ എടുക്കാൻ പോകുമ്പോഴൊക്കെ നീന്തലുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണത്. അഥവാ ഒരു പിന്നെ പാഠ്യേതര പദ്ധതികൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു സ്വിമ്മിങ്. കാരണം പലതരത്തിലും ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ അപകടത്തിൽ കുളത്തിലും അതേപോലെ തന്നെ പുഴയിലൊക്കെ വീണ് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച് മരണപ്പെടാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇതൊരു എക്സ്ട്രാ സംഭവമായിട്ട് എല്ലാ സ്കൂളുകളും ചെയ്യേണ്ട ഒരു മാതൃകയായിട്ട് എനിക്കും തോന്നി. എനിക്ക് സംഭവം ഇത് വളരെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുണ്ടായ കാരണം തന്നെ അതാണ്. ഇതിലെന്തായാലും നീന്തി പഠിച്ച മക്കൾ ഒരിക്കലും ഇങ്ങനെ അബദ്ധവശാൽ അവിടെ ഇവിടെ നിന്ന് പോയി വെള്ളത്തിൽ വീണാലും അവർക്കൊന്നും സംഭവിക്കൂല. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സ്കൂളിലെ വൈറലായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പെരുന്നാൾ സോങ് പാടിയ സിംഗേഴ്സാണ്. അതേപോലെ തന്നെ ടീച്ചർ സ്കൂളിലെ മ്യൂസിക് ടീച്ചറല്ലേ, ഇവരെ പരിശീലിപ്പിക്കുന്ന ടീച്ചറാണ് ഇവിടെ ആണല്ലേ. ഈ സ്കൂളിൻ്റെ അഭിമാന താരങ്ങളാട്ടോ ഈ നാലുപേരും ചില്ലറക്കാരല്ല, അത്യാവശ്യം റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് അല്ലേ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയ ആളുകളൊക്കെ ഉണ്ട്. ടീച്ചറെ, ആ ഒരു പാട്ട് പിറക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? എല്ലാ ഫെസ്റ്റിവലിനും ഇതേപോലെ ചെയ്യാറുണ്ടോ? എല്ലാ ഫെസ്റ്റിവലിലും ഞങ്ങൾ ഇതുപോലെയുള്ള പരിപാടികൾ ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു പാട്ട് വീഡിയോ ചെയ്യാന്ന്. പക്ഷെ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ വൻ വൈറലായി അല്ലേ? അതെ, അത് അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും എല്ലാവരും കേട്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ സ്കൂളിനും ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ, ഒരുപാട് സംഭവങ്ങളിലെ സ്കൂൾ. അതുകൊണ്ടാണ് ഞാൻ മെയിൻ രണ്ടും പാടെ ഇൻക്ലൂഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഓക്കെ, മോളുടെ പേരെന്താ? ഷഹീമ. ആ വീഡിയോയിൽ പാടി അല്ലേ? ഓക്കെ, എത്രയില്ല പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. നിന്റെ പേര്? ഹംദ ഫർഹ. അപ്പോൾ വീഡിയോയിൽ പാടിയ ആളാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേര്? ഹഫ്ന. +1 അല്ലേ പറഞ്ഞേ? ഹഫ്ന ഫർഹാന്റെ അനിയത്തിയാണോ അവിടുത്തെ? പേര്? ദിൽന. ഏതോ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? ഇല്ല, റിയാലിറ്റി ഷോ പങ്കെടുത്തത് നീയാണ്. ഏതായിരുന്നു? എനിക്ക് എൻ്റെ കാഴ്ചക്കാർക്ക് ഞാൻ നിങ്ങളുടെ സ്കൂളിൻ്റെ ഈ ഒരു ആംബിയൻസും അതേപോലെ തന്നെ ഒരുപാട് വൈറലായ സ്കൂളാണ് നിങ്ങളുടെ കോട്ടൂർ സ്കൂൾ. ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തതാണ്. നിങ്ങളുടെ പേജിൽ തന്നെ ഒരുപാട് വീഡിയോസ് വൈറലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പാട്ടും കൂടി കണ്ടപ്പോഴാണ് നിങ്ങളത്തെ മിടുക്കികളായിട്ടുള്ള നിങ്ങളെ പോലത്തെ ഈ കലാകാരികളെ ഒന്ന് എൻ്റെ പേജിലൂടെ ഒന്ന് പരിചയപ്പെടുന്നത് തോന്നിയത്. എല്ലാവരും ഒരു 2 ലൈൻ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. जाने कैसे बांधी तूने अखियों के डोर, मन मेरा खींचा चलाया तेरे ओर, तेरे चेहरे के जुबां जुल्फों की शाम, मेरा सब कुछ है पिया से तेरे नाम, नजरों ने तेरी छुआ होने जादू हुआ, होने लगी हूँ मैं हंसी, आफरीन 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 आफरीन. ഓക്കെ, പാട്ട് പഠിക്കണ്ടോ? ഉണ്ട്. ഏതാ പഠിക്കണേ? കർണാടക പഠിക്കണം അല്ലേ? അടുത്ത് പോന്നോട്ടെ, ഇവിടുന്ന് പോന്നോട്ടെ. धागे तोड़ लाओ चांदनी से नूर के, धागे तोड़ लाओ चांदनी
घूंघटे बना लो रोशनी से नूर के, शर्मा गई तो आगोश में लो, सांसों से उलझे तेरी और सांसे, बोलना हल्के हल्के, बोलना हल्के हल्के, खून से हल्के हल्के, बोलना हल्के. ആ പാട്ടിൽ ഓർക്കസ്ട്ര കൂടി ഉണ്ട്, സെറ്റായിരുന്നു അല്ലേ? ഓർക്കസ്ട്ര മിസ് ചെയ്യുന്നത് നമുക്കതിൽ കൂടുതൽ ഇടാനും പറ്റില്ല, കോപ്പി റൈറ്റ് വരും. മോളൊരു പാട്ട് പാടിക്കോ. ഏതാ പാടണേ? ഏതും പാടാട്ടോ. ഞാൻ നിന്റെ ദുനിയാവാകെ തീരങ്ങില്ലേ, യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ, ഭൂത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. ഓക്കേ, താങ്ക് യു. അടിപൊളി അടിപൊളി. ഇനി മോളുടെ അവസാനത്തെ പാട്ടുകാരി. നിലവുകൾ തൻ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം, കടലലയിൽ വെളുത്ത വാവിൻ പൂന്തിങ്കൾ പോലെ, നിലവുകൾ തൻ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം, കടലലയിൽ വെളുത്ത വാവിൻ പൂന്തിങ്കൾ പോലെ, മിഴീണ ഞാനടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം, മിഴീണ ഞാൻ തുറന്നാലും നിലവുകളിൽ നീ മാത്രം. ഓക്കെ, നൈസ്, അടിപൊളി. നിങ്ങളൊക്കെ പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കും. എല്ലാവരും പഠിക്കണല്ലേ? പാട്ട് എല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ? ടീച്ചറെ, എന്താണ് നിങ്ങളെ ഈ എന്താ പറയുക, ഇവരിപ്പം എങ്ങനെ പറയാന്, എങ്ങനെ വർണ്ണിക്കാന്ന് എനിക്കറിയില്ല. അല്ല, അടിപൊളി പാട്ടുകാരാണ് എല്ലാവരും, ഒക്കെ ഒന്നിനൊന്നും മെച്ചം. അപ്പോൾ ടീച്ചറാണ് ഇവരൊക്കെ എന്താ പറയുക കാച്ചി പെരുപ്പിച്ച് നല്ല അടിപൊളി പൊന്നുകളാക്കി അല്ലേ ഇതേപോലെ സമൂഹത്തിന് കൊടുക്കുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലാകാൻ പറ്റുന്ന ടീച്ചറാണ് അല്ലേ? ടീച്ചറല്ലേ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഇവിടെ സ്കൂളിൽ? ഓക്കെ, ഇതേപോലത്തെ വേറെ മക്കളുണ്ടോ? ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ മറ്റുള്ള കുട്ടികളെ താരതമ്യപ്പെടുത്തിയതല്ല കേട്ടോ, ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പാട്ട് താല്പര്യമുള്ള കുട്ടികളുണ്ട്, പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളുണ്ട്. ഓക്കെ, എല്ലാവരും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, അതേപോലെ തന്നെ പരിശീലിപ്പിക്കുന്നു. എന്തായാലും നിശ്ചയമായിട്ടും ടീച്ചറും ഒരു പാട്ടുകാരി ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടുപേരി പടവോ? ഓക്കെ. കുന്നത്തെ പൂങ്കാവിൽ ഗ്രാമ സൗഭാഗ്യത്തിൻ കൊന്നകൾ പൂച്ചൂടി നിന്നു, കുന്നത്തെ പൂങ്കാവിൽ ഗ്രാമ സൗഭാഗ്യത്തിൻ കൊന്നകൾ പൂച്ചൂടി നിന്നു, മനതാരിലെ തിരുവോണക്കളങ്ങളിൽ പൂവിട്ട നിന്തിരും തൊട്ടു, മനതാരിലെ തിരുവോണക്കളങ്ങളിൽ പൂവിട്ട നിന്തിരും തൊട്ടു, പൂക്കാലം സ്നേഹത്തിൻ പൂക്കൂട നീത്തി, അഴകുള്ള താമര പൂക്കോടി ചാർത്തി, പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തക പൊൻതാളിൽ ഒരു മയിൽ പീലി തിളങ്ങി. ഓ, അടിപൊളി. എങ്ങനെയുണ്ട് ടീച്ചറെ പാട്ട്? ഒന്നും പറയാലല്ലോ. അപ്പോൾ എന്തായാലും ഇവര് നിങ്ങളും ടീച്ചറും അതേപോലെ തന്നെ ടീച്ചറെ ഈ ഒരുപാട് ശിഷ്യത്തികൾ ഉണ്ടാവുമല്ലോ അല്ലേ, അവരൊക്കെ പൂർവാധികം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ആശംസിക്കുന്നു.